റെഡ് കാർഡിൻ്റെ കഥ അടിക്കുന്നതിനേക്കാളും നല്ലത് എന്താണെന്നറിയോ? മെസ്സിക്കും അർജന്റീനയ്ക്കും നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കത്തെഴുത്. എന്നിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സി ഒന്ന് കളി നിർത്ത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട താരത്തിൻ്റെ കളി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ പെർഫോമൻസ് കാരണം എന്നുള്ളതാണ്. അത് വിട്, എന്തായാലും നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതൊരു റെഡ് കാർഡ് കൊടുക്കേണ്ട ഇൻസിഡൻ്റ് ആയിരുന്നോ അല്ലയോ, എപ്പോഴും മെസ്സിക്കല്ലേലും ഫിഫ അങ്ങനെ ആയിരിക്കുമല്ലോ വരിക എന്നുള്ളതാണ് ഒരു വെപ്പ്. സോ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. എന്തായാലും നമ്മുടെ കാര്യപരിപാടികൾ ഇവിടെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. യെസ്, ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ബഹുഭൂരിപക്ഷം പേരും ലൈവ് മാച്ച് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാര്യം ലൈവിൽ ശരിക്കും ആ ഇൻസിഡൻറ്റ് എങ്ങനെയാണ് നടന്നു പോയത് എന്നറിയാതെ ഹൈലൈറ്റോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ട്വിറ്ററിൽ നിന്നൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എക്സിൽ നിന്നൊക്കെ ആയിരിക്കും ഈ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പോൾ, അയ്യോ നോക്ക് മെസ്സി എന്ത് വലിയ ഫൗളാ ചെയ്ത്, എന്നിട്ടാണെങ്കിൽ കൊടുത്തില്ല അല്ലേ, റെഡ് കാർഡ് കൊടുത്തില്ല അല്ലേ, ഇത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ബാനടക്കം വന്നേനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചു വിടുന്നുണ്ട്. പക്ഷേ അതിൽ ആ ഒരു ഇൻസിഡൻറ്റിൽ ആദ്യത്തെ മെസ്സിയും ഈ ഡിഫൻഡറും തമ്മിലുള്ള കോണ്ടാക്ട് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ മുട്ടിലേക്കാണ് ബാക്കിൽ നിന്ന് മെസ്സി ഇടിക്കുന്നത്. അത് കഴിഞ്ഞ് വീഴാൻ പോകുന്ന സമയത്താണ് ആ കാലിൻ്റെ ആ ഒരു പൊസിഷനിലേക്കുള്ള ഒരു ചവിട്ട് വരുന്നത്. ഈ ചവിട്ട് വരുന്ന സമയത്ത് തന്നെ മെസ്സി അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നതുകൊണ്ട് ആൻഡ് ഒപ്പം തന്നെ വീണ് കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള മെസ്സിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം കാണാം. അതിലെത്രമാത്രം ഇൻറ്റൻഷനലി ഉള്ള ഫൗളാണ് അല്ലയോ എന്നുള്ളത് ഞാനതാ പറഞ്ഞത്, ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഫുൾ മാച്ച് പിന്നീടാണെങ്കിലും എടുത്ത് കാണാൻ പറ്റുന്നതാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ ചെറിയ ക്ലിപ്പുകൾ കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇനി രണ്ടാമത്, അപ്പോഴാണെങ്കിൽ പോലും അത് ഫൗളല്ലേ എന്ന് ചോദിക്കാം. റെഡ് കാർഡ് അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നം. റെഡ് കാർഡ് കൊടുക്കാനുള്ള ഫൗൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ കളി സ്റ്റോപ്പ് ചെയ്യപ്പെട്ടെങ്കിലും എന്തുകൊണ്ട് അതിനൊരു യെല്ലോ കാർഡ് കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ ഞാനതാ പറഞ്ഞത്, അതൊരു ഡൗട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെഫറി ഒരു യെല്ലോ കാർഡ് മെസ്സിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കോൺവെർസേഷൻസിനും വലിയ പ്രാധാന്യം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെ അത് കൊടുക്കാതെ പോയതുകൊണ്ടും ഈ പറയുന്ന പോലെ തന്നെ പിന്നെ എല്ലാവരുടെയും ചോദ്യമാണ്, വാർ ഇൻ്റർവ്യൂ ചെയ്തില്ല, വാർ എന്തുകൊണ്ട് റെഫറിയെ തിരുത്തിയില്ല. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓൺ ഗ്രൗണ്ട് ഡിസിഷൻ മേക്കിങ്ങിന്, അത് ബോക്സിനുള്ളിലല്ല ബോക്സിന് പുറത്തുള്ള പല കാര്യങ്ങൾക്കും പ്രിവിലേജ് എപ്പോഴും കിട്ടുന്നത്. അത് റൂൾസ് കുറച്ചെങ്കിലും നിങ്ങൾ എടുത്തു നോക്ക്. വാറിന് ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഒരുപാടാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ പല സ്ഥലങ്ങളും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് വാർ ഇൻ്റർവ്യൂ ചെയ്തില്ല എന്നുള്ളത്. ഓൺ ഗ്രൗണ്ട് ഡിസിഷൻസിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം. അങ്ങനെ ജയിച്ചിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. എന്തോരം പേര് ക്ലബിലും ഇൻ്റർനാഷണലും ഒക്കെ ജയിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഒരു യെല്ലോ കാർഡാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ റെഡ് കാർഡ് പറയുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കൂടെ അർജന്റീനയിലേക്ക് ഒരു കത്തെഴുതുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ.